ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. രണ്ടിടത്തും ബി.ജെ.പിയും ബി.എസ്.പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണം ഏറെ മുന്നോട്ടു പോയിട്ടും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടില്ല. ഏതായാലും വൈകാതെ ഇക്കാര്യത്തിലുള്ള സസ്പെൻസ് തീരുമെന്നാണ് വിവരം. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ രണ്ടിടത്തും എത്തുമെന്ന് നേരത്തെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. സോണിയാഗാന്ധി 2004 മുതൽ ജയിച്ചു വരുന്ന മണ്ഡലമാണ് റായ്ബറേലി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനില്ല എന്ന് വ്യക്തമാക്കി അവർ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് റായ്ബറേലിയിൽ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ച. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും താനില്ലെന്ന് അവർ നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിക്ക് പുറമെ താനും മത്സരിച്ചാൽ ബി.ജെ.പിയുടെ പ്രചരണത്തിന് ആക്കം കൂട്ടുമെന്നാണ് പ്രിയങ്കയുടെ നിലപാട്. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തു പകരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രിയങ്ക നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വാർത്തകൾ. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട്. റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്നും ആവശ്യമുണ്ട്. അന്തിമ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. രാഹുൽ ഗാന്ധി അമേഠിക്ക് പകരം റായ്ബറേലിയിലേക്ക് ചുവടുമാറ്റാനുള്ള സാധ്യതയുമുണ്ട്. 2019 അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. ബി.ജെ.പിയുടെ സ്മൃതി ഇറാനിയാണ് ഇവിടെ ജയിച്ചത്. ഇത്തവണയും സ്മൃതി ഇറാനിയെ തന്നെയാണ് ബി.ജെ.പി രംഗത്തിറക്കിയത്. ഇരുചക്ര വാഹനത്തിൽ പ്രചരണം നടത്തുന്ന സ്മൃതിയുടെ വീഡിയോ വൈറലായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയേക്കാൾ സുരക്ഷിത മണ്ഡലം റായ്ബറേലിയാണ്. ഇവിടെയുള്ള 7ൽ 5 നിയമസഭാ മണ്ഡലത്തിലും SP ആണ് വിജയിച്ചത്. SP കോൺഗ്രസ് സഖ്യമാണ് UP-യിൽ ഇത്തവണ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. അമേഠിയിലും SP-യുടെ പിന്തുണയോടെ ജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രവർത്തകർക്ക് ആവേശം പകരാൻ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കണമെന്ന് UP നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തോൽവി ഭയന്നാണ് പ്രിയങ്ക ഗാന്ധി പിന്മാറുന്നതെന്ന് ബി.ജെ.പിയുടെ ദിനേശ് ശർമ്മ കുറ്റപ്പെടുത്തിയിരുന്നു. 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസ് 67 മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ 17 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ബാക്കി സീറ്റിൽ SP ആണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്താണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തിയിരുന്നു. പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനാഥയാണ് ഇക്കാര്യം അറിയിച്ചത്. റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് പാർട്ടിയുടെ ഈ തീരുമാനം. റായ്ബറേലിയിൽ പ്രിയങ്കയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്ന് UP കോൺഗ്രസ് ഘടകം ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി നിർദ്ദേശിച്ചാൽ അമേഠിയിൽ മത്സരിക്കുമെന്നാണ് നേരത്തെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ രഹസ്യമൊന്നുമില്ലെന്നും ഉചിത സമയത്ത് പ്രഖ്യാപനമുണ്ടാവുമെന്നും സുപ്രിയയും പറഞ്ഞിരുന്നു.